ഹാപ്പി ഓണം. ഇതൊരു തിരുവോണത്തിൻ്റെ വ്ളോഗാണേ. അപ്പോൾ രാവിലെ തന്നെ അമ്മ രാവിലെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. നല്ല ജോലിയുണ്ട്. അന്നേരം എന്നെ അത്ത വിടാനായിട്ട് പറഞ്ഞു വിട്ടു. രാവിലെ അത്ത വിടാനായിട്ട് ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. തലേന്നേ അത്ത വിടാനുള്ള കോളമെല്ലാം നമ്മൾ വൃത്തിയാക്കി മണ്ണൊക്കെ മാറ്റി റൗണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് വന്ന് അമ്മയെ സഹായിച്ച് അവിയലിനും പരിപ്പിനും തോരനും ഒക്കെ വേണ്ടുന്ന തേങ്ങയൊക്കെ തിരികെ കൊടുത്ത് അടുക്കളയിൽ ചെറിയ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ തോന്നും. തലേന്നേ പൂവെല്ലാം മേടിച്ച് അരിഞ്ഞു വീർത്തും വെച്ചത് കൊണ്ട് വലിയ പണിയില്ലായിരുന്നു. അപ്പോൾ പൂവെല്ലാം എടുത്ത് സിറ്റൗട്ടിൽ കൊണ്ട് വെച്ച് നമുക്ക് ഒത്തിരി പൂങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. മഞ്ഞ ബന്തി, ഓറഞ്ച് കളർ ബന്തി, പിന്നെ ചീനിയില എരിഞ്ഞത്, വാടാമുല്ല, പിന്നെ റോസ, പിന്നെ ശംഖുപുഷ്പം ഇത്രയുള്ളായിരുന്നു. അപ്പം മഴ കുറച്ച് തോന്നും, എന്നാലും മഴക്കോളുണ്ട്. അപ്പം ഞാൻ നേരെ അത്ത വിടാനായിട്ട് പോയി. അത്തപ്പൂ വിടാൻ അതിനകത്തൊരു പീക്കോക്കിനെ വരയ്ക്കണമെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ്. അപ്പം വാടാമുല്ല തികയത്തില്ല എന്നുള്ള ഇതിലിരിക്കുമായിരുന്നു. എന്തായാലും ഇട്ട് വന്നപ്പോഴത്തേക്കിന് തികഞ്ഞായിരുന്നു. അപ്പം നമ്മൾ പീക്കോക്കിൻ്റെ ആ പീലി വരയ്ക്കുന്ന ഭാഗം വെച്ചത് ചെമ്പരത്തിയിലയായിരുന്നേ. ചെമ്പരത്തിയിലയൊക്കെ വെച്ചിട്ട് ബാക്കി ഭാഗം എല്ലാം പൂ കൊണ്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അപ്പോൾ പൂ തികയുമോ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ. എന്തായാലും ഇട്ട് വന്നപ്പോൾ എന്തായാലും പൂ കുറച്ച് നമുക്ക് അധികം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അധികം വന്ന പൂവെല്ലാം ബാക്കി ഭാഗത്തെല്ലാം ഫില്ല് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ശംഖുപുഷ്പം ചെമ്പരത്തിയുടെ ഇലയിലെല്ലാം വെച്ചു. ശംഖുപുഷ്പം എല്ലാം വെച്ച് വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഉദ്ദേശിച്ച പോലെ തന്നെ അതിടാൻ പറ്റി. മഴ പെയ്തെങ്കിലും അത് ഒലിച്ചൊന്നും പോയില്ല. മഴ പെയ്തെങ്കിലും വലിയ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ മനസ്സിനൊരു സുഖം അത് കണ്ടപ്പം. അങ്ങനെ അടുക്കള വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പരിപ്പിനുള്ളതെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു. ഇനി കഴിച്ചിട്ട് ബാക്കി ജോലി ചെയ്താൽ മതിയെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ കഴിക്കാനായിട്ട് പോയി. ഇടിയപ്പവും ചിക്കൻ കറിയെല്ലാം. അപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുഞ്ഞിപ്പെണ്ണിന് മേടിച്ച തുണിയെല്ലാം എടുത്ത് കുഞ്ഞിപ്പെണ്ണിന് ഇട്ടിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഒരുക്കി വളയും സ്ലൈഡും മാലയൊക്കെ ഇട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഒരുക്കി അത്തത്തിൻ്റെ അടുത്ത് നിർത്തി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് അത്ത മാറിക്കളയുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് പേടി കാരണം അവളത് തൊട്ടില്ല. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുഞ്ഞിപ്പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മൂമ്മ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം നടക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഞാനും അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലെ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ പായസം വെക്കാനായിട്ട് പോകണം. പായസത്തിൻ്റെ പരിപാടിയും പപ്പടം കൂടെ കാച്ചിയാൽ മതിയായിരുന്നു. പായസം വെക്കാൻ കുഞ്ഞിപ്പെണ്ണ് ഒരുവിധം താഴെ നിൽക്കത്തില്ല. എൻ്റെ കയ്യിലും വന്നില്ലായിരുന്നു. പിന്നെ അമ്മയുടെ കയ്യിൽ തന്നെ ആയിരുന്നു കുഞ്ഞിപ്പെണ്ണിന് എന്തോ ഉറക്കക്ഷീണോ മൂശാട്ടയൊക്കെ ആയിരുന്നു. പായസം വെക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ സ്ലാവിൻ്റെ പുറത്ത് തന്നെ നിർത്തി. പിന്നെ ഞാൻ എടുത്തു. അങ്ങനെ വീഡിയോയിലൊക്കെ നോക്കിക്കൊണ്ട് എനിക്ക് 2 അടിയൊക്കെ തന്നു. അത് കഴിഞ്ഞ് അമ്മ അതായിട്ട് നമ്മൾ പാക്കറ്റിലെ സേമിയയുടെ കിറ്റായിരുന്നു മേടിച്ചത്. അപ്പോൾ അതാണ് ഇട്ടത്. ഇതാകുമ്പോൾ വലിയ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് പായസം കുടിക്കാൻ പറ്റത്തില്ല. ഇവിടെ പായസം കുടിക്കുന്ന അങ്ങനെ ആരുമില്ല. പിന്നെ ഇതൊരു പ്രധാന വിശേഷമുള്ള ദിവസം ആയതുകൊണ്ട് നമ്മളങ്ങ് വെച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പായസം എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് ഉറക്കവും വരുന്നു. ഉറങ്ങാൻ കൊണ്ട് കിടത്തിയിട്ടൊന്നും പുള്ളിക്കാരി ഉറങ്ങത്തില്ല. പിന്നെ കുറച്ച് നേരം എടുത്ത് മുറ്റത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷമാണ്. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നേരെ മുറ്റത്താണ് പോയത്. അപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മയും അച്ഛനും കൂടെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും. പിന്നെ കുഞ്ഞിപ്പെണ്ണ് അങ്ങോട്ട് ഓടിപ്പോയി. പിന്നെ അവിടുന്ന് വന്ന് നമ്മൾ പൂവൊക്കെ പറിച്ച് ചെവിയുടെ പുറയിലൊക്കെ വെച്ച് കൊടുക്കും. എപ്പം മുറ്റത്തിറങ്ങിയാലും അവൾക്ക് ഇങ്ങനെ പൂ പറിച്ച് വെച്ച് കൊടുക്കണം. അവൾ തന്നെ ഓരോ പൂവൊക്കെ പറിച്ച് ആ റോഡിൽ നിൽക്കുവാണേലും മുറ്റത്തൊക്കെ നടക്കുവാണേലും ഒരു വഴക്കും ഇല്ല. അല്ലാതെ നമ്മൾ പെരയ്ക്കകത്തെടുത്തുകൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണും ഞാനും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കുഞ്ഞിപ്പെണ്ണിനെ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് പെരയ്ക്കകത്തോട്ട് അങ്ങ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും അവിടെ ഇരുന്നപ്പോൾ നാണ്ടറ കുഞ്ഞിപ്പെണ്ണെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് പിള്ളേർ പടക്കം പൊട്ടിച്ചായിരുന്നു. അപ്പോൾ അതിന് പേടിച്ച് ഓടുവാണേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി അമ്മ കിടത്തിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ വാഴയില വെട്ടാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണമായിരുന്നു വാഴയില വെട്ടാൻ. തോട്ടിയിട്ട് പിടിച്ച് ചരിച്ചെടുത്തിട്ടാണ് വാഴയില വെട്ടിയെടുത്തത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വാഴയിലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അത് കഴുകാൻ കൊണ്ടുപോയി. അതെല്ലാം കഴുകി എടുത്തിട്ട് വന്നപ്പോഴത്തേനും ദേ ഉറങ്ങിക്കിടന്ന കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് ഉണർന്നു.
ഇന്നെന്തായാലും നല്ല മൂഡിലാണ് കുഞ്ഞിപ്പെണ്ണ് ഉണർന്ന് വന്നപ്പോൾ തന്നെ ഉമ്മയും കാര്യങ്ങളും ഒക്കെ തരുവാണേ. ഭയങ്കര സ്നേഹം ചില സമയത്ത് ഉണർന്ന് വരുമ്പോൾ, ചില സമയത്ത് ഭയങ്കര മൂശാട്ടമായിരിക്കും. അപ്പോഴത്തേനും നമ്മുടെ കറികളെല്ലാം ഡൈനിങ് ടേബിളിൽ അമ്മ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കുഞ്ഞിപ്പെണ്ണിനാണ് ചോറ് കൊടുത്തത്. കുഞ്ഞിപ്പെണ്ണ് ഇവിടുന്ന് ചോറൊക്കെ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ കുഞ്ഞിപ്പെണ്ണിനെ വിളിക്കാൻ വരുവേ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെ വീടും നമ്മുടെ വീടും ഒത്തിരി ദൂരമൊന്നുമില്ല, നടന്നു പോകാനുള്ള ദൂരമുള്ള അടുത്ത് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ചോറൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഞങ്ങളെല്ലാം കൂടി ഇരിക്കാൻ പോയി. അതിന് മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ചോറ് വാരി കൊടുക്കുകയാണ് ചെയ്തത്. കുഞ്ഞിപ്പെണ്ണിന് ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിക്കാനിരുന്നു. അപ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണിനെ വന്ന് ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ചോറ് കഴിച്ചൊരു വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ പായസം കുടിച്ചത്. എനിക്ക് പായസം അങ്ങനെ വലിയ ഇഷ്ടമല്ല. പിന്നെ പപ്പടമൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ലതാണെന്ന് ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണൻ വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പെണ്ണും ഞാനും കൂടെയാണ് പായസം കുടിച്ചത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ നേരെ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, എൻ്റെ അത്തപ്പൂക്കളം മഴയെ തൊലിച്ചു പോയോന്ന്. എന്തായാലും അത്തപ്പൂക്കളം പോയില്ല. പിന്നെ രാത്രി ആയപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ചു. ചട്ടിവിളക്കും കുത്തുവിളക്കും എല്ലാം കത്തിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഈ വർഷത്തെ ഓണം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ എൻ്റെ ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. പനി കാരണം ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞു സന്ധ്യയൊക്കെ ആയി, ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നമ്മുടെ ക്ലബ്ബിൽ പരിപാടി ഉണ്ടായിരുന്നു, ഗാനമേള. അത് കാണാനായിട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി നിന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പടനില ഭാഗത്തോട്ട് പോയി. അവിടെ നാടൻപാട്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.